എല്ലാവർക്കും നമസ്കാരം. ബികോം 4 ഇയർ UG പ്രോഗ്രാമിലെ സെമസ്റ്റർ 1 ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷനിൽ പറയുന്നു, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഈസ് എ പവർഫുൾ മെത്തേഡ് ഓഫ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ. ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഒരു പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വഴിയുള്ള നമ്മുടെ ലേണിംഗ് ആണ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഒരു പവർഫുൾ മെത്തേഡ് എന്ന് നമ്മളോട് അതിൻ്റെ അവകാശവാദത്തിൽ പറയുന്നു. എന്താണ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ റീസൺ പറയുന്നു, എന്തുകൊണ്ടാണ് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഒരു പവർഫുൾ മെത്തേഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണെന്ന് പറയുന്നത് എന്നതിൻ്റെ റീസൺ ആയിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു, the hands-on experiences such as managing a bank account or budgeting help an individual learn financial skills effectively. അതായത് ഇതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നതാണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്ര തിയറി പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എന്താണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ ബെറ്ററാണ് ഒരു ആക്ടിവിറ്റി നമ്മൾ റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതാണ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് സച്ച് ആസ് മാനേജിങ് ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ ചെന്ന് നമ്മുടെ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടും. പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, വിഡ്രോ ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ബാങ്കിൽ പോയി ഡയറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നു. അതൊരു ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ പവർഫുൾ ടൂൾ ആണെന്ന് പറയുന്നു. അതുപോലെ നമ്മൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറ്റിയുള്ള ഇൻകത്തിനെ പറ്റി, എക്സ്പെൻസിനെ പറ്റി, നമ്മുടെ സേവിങ്സിനെ പറ്റി, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇൻകത്തിനനുസരിച്ചിട്ടുള്ള, നമ്മുടെ ചിലവുകൾക്കനുസരിച്ചിട്ടുള്ള, നമ്മുടെ ഇൻകത്തിനും നമ്മുടെ സേവിങ്സിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുവഴി ഇൻഡിവിജ്വൽ ലേൺ ഫിനാൻഷ്യൽ സ്കിൽസ് എഫക്റ്റീവ്ലി. അങ്ങനെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നത് വഴി ഓരോ വ്യക്തികളിലും ഫിനാൻഷ്യൽ സ്കിൽ എഫക്റ്റീവായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ബോത്ത് A ആൻഡ് R ആർ ട്രൂ. രണ്ടും ശരിയാണ്. R ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ of A and B. Option B പറയുന്നു, both A and R are true but R is not a correct explanation of A. രണ്ടും ശരിയാണ്, പക്ഷേ റീസൺ തെറ്റാണെന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു അസേർഷൻ ശരിയാണ്, എന്നാൽ അതിന് പറഞ്ഞിരിക്കുന്ന റീസൺ തെറ്റാണെന്ന് പറയുന്നു. 4ാമത്തെ ഓപ്ഷനിൽ പറയുന്നു അസേർഷൻ തെറ്റാണ്, അതേസമയം റീസൺ ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ എന്നുള്ളത് ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്. സോ നമുക്ക് നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ A, both A and R are true and R is the correct explanation of A ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന അസേർഷൻ, അവകാശവാദം ശരിയാണ് തികച്ചും. ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ നടക്കണമെങ്കിൽ അല്ലെ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ്റെ ഒരു പവർഫുൾ മെത്തേഡാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നമ്മൾ ബാങ്കിങ്ങിനെ പറ്റി, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി, സേവിങ്സിനെ പറ്റി, ബഡ്ജറ്റിങ്ങിനെ പറ്റി, റിട്ടയർമെൻറ്റ് പ്ലാനുകളെ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ലേൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുവഴി നമുക്ക് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ പോസിബിൾ ആകുന്നു. അവകാശവാദം ശരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നടക്കുന്നതെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. നമ്മൾ എത്ര തിയറി പഠിച്ചാലും അല്ലെങ്കിൽ ആരൊക്കെ നമ്മളോട് പറഞ്ഞു തന്നാലും നമ്മൾ റിയലായിട്ട് അത് ചെയ്യുമ്പോഴാണ്. നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ, ഡ്രൈവിംഗ് നമുക്ക് എത്ര പറഞ്ഞു തന്നാലും നമുക്ക് പഠിക്കാൻ പറ്റില്ല. നീന്തൽ നമുക്ക് എത്ര പറഞ്ഞു തന്നാലും പഠിക്കാൻ പറ്റില്ല. ഡ്രൈവിംഗ് നമ്മൾ ഓടിച്ച് മാത്രമേ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റൂ. നീന്തൽ എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയാൽ, ബാങ്കിൽ പോയി അവിടുത്തെ റിയൽ ആയിട്ടുള്ള നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, അവിടുത്തെ ആക്ടിവിറ്റീസ് റിയൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുവഴി നമുക്ക് ഫിനാൻഷ്യൽ സ്കിൽസ് എഫക്റ്റീവായിട്ട് ലേൺ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ആൻസർ ഏതായിരുന്നു? Answer, the right answer is option A, both A and R are true. R is a correct explanation of A. Okay. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പോവാം. വാട്ട് ഈസ് എ സിബിൽ സ്കോർ? എന്താണ് സിബിൽ സ്കോർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ പറയുന്നു എ മെഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻകം ലെവല്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിനെ അളക്കുന്ന ഒരു മെഷറാണ്, അല്ലെങ്കിൽ ഇൻകം ലെവല് അളക്കുന്ന ഒരു മെഷറാണ് സിബിൽ സ്കോർ എന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. എന്നാൽ ഓപ്ഷൻ ബിയിൽ പറയുന്നു എ ക്രെഡിറ്റ് സ്കോർ ദാറ്റ് റിഫ്ലക്ട് ആൻ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് വർത്തിനെസ് ബേസ്ഡ് ഓൺ ദെയർ ക്രെഡിറ്റ് ഹിസ്റ്ററി. സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ ബേസിൽ അയാളുടെ ക്രെഡിറ്റ് വർത്തിനെസ് അളക്കുന്ന അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന
ഒരു സ്കോറാണ് ക്രെഡിറ്റ് സ്കോർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സ്കോറാണ് ക്രെഡിറ്റ് സ്കോർ എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഇനി ഓപ്ഷൻ സിയിൽ പറയുന്നു ദ എമൗണ്ട് ഓഫ് മണി ആൻഡ് ഇൻഡിവിജ്വൽ ക്യാൻ ബോറോ. ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് ബോറോ ചെയ്യാൻ പറ്റുന്ന പണത്തിൻ്റെ അളവിനെയാണ്, അല്ലെ എമൗണ്ടിനെയാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് വിളിക്കുന്നതെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ എ ലോൺ. ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് സിബിൽ സ്കോർ എന്ന് വിളിക്കുന്നത്. അപ്പം 4 ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സിബിൽ സ്കോർ? എന്താണ് സിബിൽ സ്കോർ എന്നാണ്. ഓക്കെ, എന്താ സിബിൽ സ്കോർ? ഒന്ന് ആലോചിച്ച് നോക്കി. എ ക്രെഡിറ്റ് സ്കോർ ഓർ സിബിൽ സ്കോർ ഈസ് എ നമ്പർ ദാറ്റ് റിഫ്ലക്റ്റ് ഓർ ഇൻഡിക്കേറ്റ് എ കൺസ്യൂമർ ക്രെഡിറ്റ് വർത്തിനെസ്. കൺസ്യൂമറുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് എ കീ ഫാക്ടർ ഇൻ ഡിറ്റർമൈനിങ് ദ ടേംസ് ഓഫ് ക്രെഡിറ്റ് ദേ ആർ ഓഫേർഡ്. ഇതൊരു കീ ഫാക്ടറാണ് ഒരു വ്യക്തിക്ക് എത്രമാത്രം ക്രെഡിറ്റ് ഓഫർ ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു കീ ഫാക്ടറാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സ്കോർ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ സിബിൽ സ്കോർ കൂടുതലാണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. സിബിൽ സ്കോർ ഈസ് എ 3-digit ന്യൂമറിക് സമ്മറി ഓഫ് ക്രെഡിറ്റ് ഹിസ്റ്ററി വിച്ച് റേഞ്ച് ബിറ്റ്വീൻ 300 to 900. അതായത് ഒരു 3-digit നമ്പറാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അത് 300 തൊട്ട് 900 വരെ ഉള്ള റേഞ്ചിൽ നിൽക്കുന്ന ഒരു 3-digit നമ്പർ ആയിരിക്കും. ചിലപ്പോൾ 400 ആയിരിക്കാം, ചിലപ്പോൾ 650 ആയിരിക്കാം, ചിലപ്പോൾ 700 750 850 ആയിരിക്കാം. ദ ഹയർ യുവർ ക്രെഡിറ്റ് സ്കോർ ദ ബെറ്റർ യുവർ ചാൻസ് ഓഫ് സെക്യൂറിംഗ് ലോൺ വിത്ത് ഫേവറബിൾ ടൈംസ്. അപ്പോൾ ഈ സ്കോർ കൂടും തോറും, അതായത് 900 അടുത്തോട്ട് പോകും തോറും നമുക്ക് മാക്സിമം എമൗണ്ട് ക്രെഡിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുന്നു. അത് ഫേവറബിൾ ആയിട്ടുള്ള ടൈംസ് ആൻഡ് കണ്ടീഷൻസിൽ, ഇൻട്രസ്റ്റ് റേറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധിയിലോ ഒക്കെ എന്താണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കാനായിട്ട് ക്രെഡിറ്റ് സ്കോർ ഹെൽപ്പ് ചെയ്യുന്നു. തിരിച്ച് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചുള്ളൊരു ധാരണ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിബിൽ സ്കോറിനെ കുറിച്ചുള്ളൊരു ധാരണ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റിനോട്ട് വന്നു കഴിഞ്ഞാൽ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, എ ക്രെഡിറ്റ് സ്കോർ ദാറ്റ് ഇറിഫ്ലക്റ്റ് ആൻ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് വർത്തിനെസ് ബേസ്ഡ് ഓൺ ദെയർ ക്രെഡിറ്റ് ഹിസ്റ്ററി. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സ്കോറാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. നമ്മൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഡ്യൂസ് കറക്റ്റായിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ, ലോൺ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് വർത്തിനെസ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ എന്താണ് ലോണൊക്കെ ലഭിക്കുന്നതിന് സഹായമാകുന്നു. ദെൻ ഓപ്ഷൻ എ അല്ല. കാരണം എന്താണ്, ഇൻകം ലെവൽ അളക്കാനുള്ള ഒരു മെത്തേഡ് അല്ല സിബിൽ സ്കോർ എന്ന് പറയുന്നത്. നമ്മുടെ ബോറോവിങ്, ഇൻഡിവിജ്വലിൻ്റെ ബോറോവിങ് മണി എത്രയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു സ്കോർ അല്ല ഇതെന്ന് പറയുന്നത്. ദെൻ അല്ലെങ്കിൽ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കാനുള്ളതല്ല ഇതെന്ന് പറയുന്നത്. ദെൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഇതിനകത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആൻസർ, കാരണം നമ്മുടെ ഇൻകം ലെവൽ അസസ് ചെയ്യുന്നുണ്ട് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, നമുക്ക് എത്രമാത്രം പൈസ ബോറോ ചെയ്യാൻ സാധിക്കുമെന്നാണ് ബാങ്കിന് ഡിസൈഡ് ചെയ്യാനായിട്ട് സിബിൽ സ്കോർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിയാവുമ്പോൾ പോലും ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്താണ്? ദ ക്രെഡിറ്റ് സ്കോർ ദാറ്റ് റിഫ്ലക്റ്റ്. വാട്ട് ഈസ് ക്രെഡിറ്റ് സ്കോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ ക്രെഡിറ്റ് സ്കോർ ദാറ്റ് റിഫ്ലക്റ്റ് ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് വർത്തിനെസ് ബേസ്ഡ് ഓൺ ദെയർ ക്രെഡിറ്റ് ഹിസ്റ്ററി. ക്രെഡിറ്റ് ഹിസ്റ്ററി അടിസ്ഥാനത്തിൽ നമുക്കൊരു 3-digit നമ്പർ ലഭിക്കുന്നതിനെയാണ് സിബിൽ സ്കോർ എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഈസ് എ ഹൈ സിബിൽ സ്കോർ ഇമ്പോർട്ടൻറ്റ്? ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള തിയറിയിൽ നമ്മൾ കണ്ടതാണ് വൈ ഈസ് എ ഹൈ സിബിൽ സ്കോർ ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് സിബിൽ സ്കോർ ഹൈ ആയിട്ട് നിൽക്കണമെന്ന് പറയുന്നത്, അല്ലെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുന്നേയുള്ള തിയറിയിൽ വ്യക്തമാണ്. ദെൻ ഇനി നമുക്ക് അതിൻ്റെ ഓപ്ഷനിലോട്ട് പോകാം. ഓപ്ഷൻ എ പറയുന്നു ഇറ്റ് ഗ്യാരണ്ടീസ് അപ്രൂവൽ ഫോർ എനി ലോൺ ആപ്ലിക്കേഷൻ. ഏത് ലോൺ ആപ്ലിക്കേഷനും അപ്രൂവൽ കിട്ടാൻ, ഗ്യാരണ്ടി അപ്രൂവൽ കിട്ടാനായിട്ട് സിബിൽ സ്കോർ ഹൈ ആയിട്ട് നിൽക്കണമെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ഇറ്റ് ഷോസ് യു ഹാവ് എ ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി ആൻഡ് ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് ലോൺ അപ്രൂവൽ വിത്ത് ഫേവറബിൾ ടൈംസ്. സിബിൽ സ്കോർ ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ദെൻ നമുക്ക് പറയുന്ന കാര്യം എന്താണ്? ദെൻ ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി ആൻഡ് ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് ലോൺ അപ്രൂവൽ വിത്ത് ഫേവറബിൾ ടൈംസ്. ഹൈ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ എന്താണ്, ക്രെഡിറ്റ് ഹിസ്റ്ററി ബെറ്റർ ആണെന്ന് നമ്മളെ, അല്ലെങ്കിൽ ഗുഡ് പൊസിഷനിലാണ് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ലോൺ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുന്നു വിത്ത് ഫേവറബിൾ ടൈംസ്. ഇൻട്രസ്റ്റ് റേറ്റ് എടുത്താൽ, അതിൻ്റെ എന്താണ് കാലാവധി എടുത്തു കഴിഞ്ഞാൽ, ഇതിലൊക്കെ എന്താണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള ടൈംസിൽ നമുക്ക് ലഭിക്കാൻ ഹൈ സിബിൽ സ്കോർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്.
അടുത്ത പറയുന്ന ഓപ്ഷൻ സിയിൽ ഇറ്റ് മീൻസ് യു ഡു നോട്ട് ഹാവ് ടു റീപേ യുവർ ലോൺ. സിബിൽ സ്കോർ ഹൈ ആണെങ്കിൽ നിങ്ങൾ ലോൺ റീപേ ചെയ്യണ്ട എന്നുള്ളതാണ് ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഇറ്റ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ക്രെഡിറ്റ് കാർഡ് യു ഓൺ. ദെൻ ക്രെഡിറ്റ് സ്കോർ ഹൈ ആകും തോറും അല്ലെ സിബിൽ സ്കോർ ഹൈ ആകും തോറും അതെന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കൈവശം എത്ര ക്രെഡിറ്റ് കാർഡ് ഉണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്രെഡിറ്റ് കാർഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മനസ്സിലൊക്കെ ഇപ്പോൾ ഒരു ആൻസർ ഉണ്ട്. വൈ ഈസ് എ ഹൈ സിബിൽ സ്കോർ ഇമ്പോർട്ടൻറ്റ്? എന്താണ് സിബിൽ സ്കോർ ഹൈ ആയാലുള്ള ഇമ്പോർട്ടൻസ് എന്നുള്ളത്? ദെൻ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇറ്റ് ഷോസ് യു ഹാവ് എ ഗുഡ് ക്രെഡിറ്റ് ഹിസ്റ്ററി ആൻഡ് ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് ലോൺ അപ്രൂവൽ വിത്ത് ഫേവറബിൾ ടേംസ്. അല്ലേ, വളരെ വ്യക്തമാണ്. സിബിൽ സ്കോർ ഹൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഷോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ 3 ഡിജിറ്റ് നമ്പർ നമ്മളെ എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ഈ വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി ബെറ്റർ ആണ്, ഗുഡ് ആണ്, ദെൻ അല്ലെങ്കിൽ ആവറേജ് ആണ്, ദെൻ അല്ലെ സാറ്റിസ്ഫാക്ടറി ആണ് എന്ന് പറയുന്ന ഒരു നമ്പർ ഇടുന്നത്. അത് ഹൈ ആകും തോറും അതിൻ്റെ അർത്ഥം എന്താണ്? ഗുഡാണ് എന്നുള്ളതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ലോൺ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ വിത്ത് ഫേവറബിൾ ടേംസ്. സോ അപ്പം വൈ ഈസ് എ ഹൈ സിബിൽ സ്കോർ ഈസ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിഫോൾട്ടിംഗ് ഓൺ എ ലോൺ ഓൺ യുവർ സിബിൽ സ്കോർ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോണിൻ ഡിഫോൾട്ട് വരുത്തിയാൽ നിങ്ങളുടെ സിബിൽ സ്കോറിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്? ലോൺ എടുത്തു തിരിച്ചടച്ചില്ല, അല്ലെങ്കിൽ ലോൺ അടച്ചു അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ മുടങ്ങിക്കൊണ്ടിരിക്കുന്നു, ദെൻ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുന്നു. നമ്മുടെ സിബിൽ സ്കോറിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ പറയുന്നു ഇറ്റ് ഇംപ്രൂവ് യുവർ സിബിൽ സ്കോർ. അങ്ങനെ ഡിഫോൾട്ടിങ് വരുത്തിയാലും നമ്മുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യുമെന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു ഇറ്റ് ഹാസ് നോ ഇമ്പാക്റ്റ് ഓൺ യുവർ സിബിൽ സ്കോർ. സിബിൽ സ്കോറിൽ യാതൊരുവിധ തരത്തിലുള്ള ചേഞ്ചസും ഇമ്പാക്റ്റുകളും ഉണ്ടാക്കുന്നില്ല. ആ സിബിൽ സ്കോർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. നിങ്ങൾ ലോൺ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്താലും കറക്റ്റായിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്താലും ഇൻട്രസ്റ്റ് പേ ചെയ്തില്ലെങ്കിലും ദെൻ ദർ ഈസ് നോ റിഫ്ലക്റ്റ് ഓൺ യുവർ സിബിൽ സ്കോർ. ഓപ്ഷൻ സിയിൽ പറയുന്ന എന്താണ്? ഇറ്റ് നെഗറ്റീവ്ലി അഫക്റ്റ് യുവർ സിബിൽ സ്കോർ ആൻഡ് ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഫ്യൂച്ചർ ക്രെഡിറ്റ്. അങ്ങനെ നിങ്ങൾ എന്താണ് ഡിഫോൾട്ട് വരുത്തിയാൽ, ലോൺ മുടങ്ങിയാൽ തീർച്ചയായിട്ടും സിബിൽ സ്കോറിൽ ഒരു നെഗറ്റീവായിട്ടുള്ള റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അതുവഴി എന്താണ്? ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഫ്യൂച്ചർ ക്രെഡിറ്റ്. ഫ്യൂച്ചറിൽ നമുക്ക് കടം കിട്ടാനുള്ള, ലോൺ കിട്ടാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നു? കുറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അപ്രൂവൽ റിജക്റ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നു ഇറ്റ് ഇൻക്രീസസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ യുവർ എക്സിസ്റ്റിംഗ് ലോൺ. നിലവിൽ നമ്മൾ എടുത്തിരിക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? സിബിൽ സ്കോറിനെ കുറിച്ചൊക്കെ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു ആൻസർ ഉണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഇറ്റ് നെഗറ്റീവ്ലി അഫക്ട്സ് യുവർ സിബിൽ സ്കോർ ആൻഡ് ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഫ്യൂച്ചർ ക്രെഡിറ്റ്. അപ്പോൾ നമ്മൾ കടമെടുത്തു തിരിച്ച് പ്രോപ്പറായിട്ട് അടയ്ക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അഫക്റ്റ് ചെയ്യും. ക്രെഡിറ്റ് ഹിസ്റ്ററി അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് കുറയും. ക്രെഡിറ്റ് വർത്തിനെസ് കുറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സിബിൽ സ്കോർ താന്നു പോകും. സിബിൽ സ്കോർ താന്നു പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഇറ്റ് നെഗറ്റീവ്ലി അഫക്റ്റ് യുവർ സിബിൽ സ്കോർ ആൻഡ് ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഫ്യൂച്ചർ ക്രെഡിറ്റ്. ഭാവിയിൽ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാവിയിൽ നമുക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോ അതാണ് ദെൻ ഓപ്ഷൻ സി ദ റൈറ്റ് ആൻസർ എന്ന് പറയാനായിട്ട് കാര്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യനായി ഡിസ്കസ് ചെയ്തുള്ളൂ. വീണ്ടും പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.